നമസ്കാരം. നമ്മൾ ബിഗ് ബോസ് ഷോയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പലരും ഇപ്പം ഈ 6 ബിഗ് ബോസ് ഷോയിൽ എടുത്താലും നമുക്കറിയാം, പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഇവരുടെ ഫുള്ള് ഇമേജ് പോവും. ചിലരുടെ ഇമേജ് പോവും, ചിലർക്ക് ഇമേജ് കിട്ടും, ഒന്നുമില്ലാത്തവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു പ്രശസ്തി ഒന്നുമില്ലാത്തവർക്ക് ചിലപ്പോൾ അത് ഷോയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം പ്രശസ്തി ഉണ്ടാകും. പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവരുടെ പ്രശസ്തി അവരെക്കുറിച്ച് ഒന്നും നമ്മളാരും കേൾക്കാറില്ല. അപ്പോൾ എനിക്ക് ഇവിടെ തോന്നിയത് ഒരേ ഒരു കണ്ടസ്റ്റൻ്റ് രേണുസുതിക്ക് ഭയങ്കര ഫാൻസും ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പല പ്രവർത്തികളും ഒക്കെയാണ് ബിഗ് ബോസ് ഷോയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം മാറ്റി വെച്ചാലും അവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു, ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് എല്ലാം മാറുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസ് കൊണ്ട് മാറുന്ന ഒരേ ഒരു വ്യക്തി രേണുസുതി ആയിരിക്കും. കാരണം ബിഗ് ബോസ് ഷോയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ക്യാമറ ഉണ്ടെന്നോ മറ്റതുണ്ടെന്നോ നോക്കാതെ ശരിക്കുള്ള സ്വഭാവം പലരും കാണിക്കാൻ തുടങ്ങും. അപ്പം രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ശരിക്കും അല്ല റിയൽ സ്വഭാവം ബിഗ് ബോസ് ഷോയിൽ നമുക്ക് കാണാൻ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. കാരണം ആരോടും വലിയ ഇതൊന്നുമില്ല, ഒരു അയ്യോ പാവം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ചെറിയ രീതിയിൽ അങ്ങ് പോകുന്ന ഒരു സ്വഭാവം. ആ സ്വഭാവം വെച്ച് ഈ പുറത്ത് ഇതൊക്കെ കാണിക്കുന്ന ഞാൻ ഓർക്കുമായിരുന്നു, ഇതെല്ലാം കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്നത് എടുക്കുന്നതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു. റിയൽ സ്വഭാവം ആ ഷോയ്ക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമേജ് ഉണ്ടായ വ്യക്തി ബിഗ് ബോസിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഒരു പോസിറ്റീവ് ഇമേജോടായിരിക്കും തിരിച്ചു വരിക എന്നാണ് എൻ്റെ അഭിപ്രായം.